എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു രണ്ടു വാക്ക് എന്താ പറയാ? നമ്മുടെ കമ്പനിക്കാരനായ ചന്നാണ്, ഗൾഫുകാരനാണ്, പ്രവാസിയാണ്, സ്ഥിരം പ്രവാസിയാണ്, വർഷങ്ങൾക്ക് വെളുപ്പിക്കുന്ന ആളാണ്. പുള്ളിയുടെ കുഴിമന്തി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം കേട്ടോ. ഇന്നേരെ കൊച്ചിന് പോള പഠിച്ചാനോർത്ത് സംഭവം ചോറിന്റെ ഇത് കളഞ്ഞേക്കട്ടെ. റബ്ബർക്കുരു കിടക്കുന്നു. ഇതിന്റെ ബാക്കി സെറ്റപ്പ് ഒക്കെ അറിയാവോ? കടന്നോ കടന്നോ കടന്നോ, മുന്നിലേക്ക് വാ. മുളാപ്പൊടി ഇടാൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ മണലും കല്ലും എല്ലാം ആയിരിക്കും ഈ പുള്ളി അത് ഇടുള്ളൂ. അത് പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള ഒരു കൂട്ടാണ്. അത് വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ഇവിടെ എന്താണ് നടക്കുന്നത്? അത് കുഴപ്പമില്ല. ഇത് നല്ലവണ്ണം ഒരു ചുമല പരുവാകണം. എന്നിട്ട് ബാക്കി എന്താണ് പറയുന്നത്? വേഗം എടുക്കത്തില്ല. ഇപ്പൊ ഇളക്കിക്കൊണ്ട് പുള്ളിക്കാരനെ നമ്മൾ എന്താ ഇവിടെ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നും അറിയില്ല. അത് ചന്നാ മസാല ഇടുമ്പോൾ കമ്പും കോലും ഒക്കെ ഉണ്ട്. ചന്ദനത്തടിയാന്ന് തോന്നുന്നു. ഇതെന്നാണ് ഇത്? കറുവപ്പട്ടയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇളക്കിക്കൊണ്ട് പുള്ളിക്കാരൻ അന്ന് തമിഴ്നാട് അയ്യാണ്. അയ്യ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മുടെ ഇന്ന്. അയ്യാടെ ഇളക്കെല്ലാം കണ്ടോണം കേട്ടോ. നല്ല ഇളക്കുകാരനാണ് പുള്ളി. സൊക്കാറണ്ടി നമ്മുടെ വേട്ടാവളെ സുരേ സൊക്കാറണ്ടി ആട്ടോ ഇളക്കുന്നത്. തിളച്ചിരുന്ന് തണുപ്പിക്കുന്നു. രസം പോലെ ആയിട്ടുണ്ട്. ഇത് രസമാണെന്ന് തോന്നുന്നു. രസമാണെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ പിടിക്കണേ. എല്ലാത്തിനും അതിന്റേതായ കണക്കുണ്ടെന്നാണ് ചെന്ന പറയുന്നത്. ചോദിച്ചോട്ടോ. ഇപ്പൊ ചന്ന കാണി ഭയങ്കര മോശം. ചൂടായി ചേർത്ത് ചൂടായി തണുപ്പിക്കുന്ന വെള്ളം ഒഴിച്ചു, പച്ചവെള്ളം ഒഴിച്ചു. മൊത്തം തെറ്റാ കാണിക്കുന്നത്. തണുപ്പിക്കുന്ന ടീമാണ് ഞങ്ങളുടെ പാചകക്കാരൻ ചന്ന. ചന്ന മസാല വെള്ളം അടി പിടിക്കുമെന്നാണ് പറയുന്നത്. കൂട്ടാനോ ചെറുക്കം പറഞ്ഞ് നിന്നെ പാലിന് പൊട്ടിന് വരും ലാശാകുമ്പോഴേക്കും. ഇത് പാനിപ്പൂരിയുടെ കൂട്ടാണ് ഷാജിപ്പാപ്പ പറയുന്നത്. ഹലോ ഗൈസ്, കൈ വെക്കണ്ട ഗൈസ്. നമ്മളിന്ന് ഇവിടെ പൊള്ളിക്കാൻ പോകുന്ന മീൻ ഏതാണെന്നുണ്ടോ? നല്ല ഒന്നാന്തരം നെട്ടറാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിന്റെ പുറകെ ഇനിയും മീൻ ഒരുപാട് വരും. ഇന്നിവിടെ ഒരു 30 പേർക്കുള്ള ഒരു മീനാണ് നമ്മള് സജ്ജമായി തയ്യാറായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അരിയിടുന്ന ഭാഗത്തിലേക്ക് കിടക്കാം. ആഹാ, നമ്മുടെ അരി ഇതേ കൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കേട്ടോ മീനെടുത്തോണ്ട് മീൻ 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 ഏതാ തീ മോനെ, അതാണ് വീഡിയോ പറഞ്ഞു.
ഒരെണ്ണ പോത്തുള്ളതേ ഒരെണ്ണം കറക്റ്റാ എല്ലാം കല്ലേ പോലെ അപ്പൊ ഇങ്ങനെ വെച്ചു എന്റെ മോനെ സെറ്റ് ആരും ചെന്നാക്ക് ബുദ്ധിയില്ല പറഞ്ഞു എന്റെ മോനെ സെറ്റ് ഇങ്ങോട്ട് വരട്ടെ ആ പാത്രം കൊണ്ടെടുക്കാം രണ്ട് കഴിക്കും പിടിക്കാം ആ സെറ്റ് ഒന്ന് കുത്തിയോട് ഇത് പുറകിലാണ് എന്റെ മോനെ ഇല മാറ്റ് അടിച്ച് കൂട്ടുക ഹലോ ഇതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ വന്ന് കഴിക്കണം കേട്ടോ. ഇതൊന്നും കടയിൽ കിട്ടൂല. വെള്ളമുണ്ടല്ലോ ഇവിടെ, വെള്ളമല്ലോ. ഫോണിൽ കൂടെ അത് കാണാൻ പറ്റൂല കേട്ടോ. ഇതിന്റെ മണം യജാതി മണം വെച്ചിട്ടാ. ഓ ജമ്മു കട്ട് ചെയ്യണ്ടേ? എന്റെ മോനെ, ആൾക്കാർ കടന്നു വാ. ഓരോരുത്തർ എടുത്തുവിടാ. അത് തന്നെ എണ്ണം പറഞ്ഞ് 4 പടുകൂറ്റന്മാർ. ഒരാൾക്കുള്ളായി 1.5 2.5 2.5 3.5 കാലായിട്ടുള്ളൂ അറിഞ്ഞില്ല. അത് 4. എടാ മമ്മാരിയുടെ 10 രൂപ രജിസ്ട്രേഷൻ കൊടുക്കണം. 10 രൂപയ്ക്കുള്ള 10 രൂപ എക്സ്ട്രാ റൈസ്. ഇത് മോളിക്കോ ഇങ്ങനെ ഒഴിച്ചോ? എന്റെ മോനെ അളവ് നോക്കി തരുന്ന ആളിയാ. ശരിയാക്കി തരാവേ. അല്ല മീൻ എടുക്കട്ടെ.
മീൻ ഇവിടെ അല്ല പിന്നെ അവിടെയാ. ഫിഷ് ഫ്രൈ അവിടെയാ. ചെന്ന 4 പേർക്കോ എടാ അമ്പല കുറച്ച് മറിക്കടാ. ഒരു 4 പേർക്കുള്ള എല്ലാം ഇങ്ങനെ മീൻ മേടിക്കും. ചെന്ന ഞാൻ നിന്നെ തൊഴിക്കുക മുഴുത്തൊരു മീൻ കൊണ്ട് വെച്ചു. ചെന്നൈ താഴെ കൈ പിടിക്കുക. ഞാനാകുമ്പോ നിങ്ങക്ക് ലാഭമാട്ടോ. സാധനം മീൻ കിട്ടേ മീൻ മീൻ താടാ. ഇവിടെ തലയല്ലേടാ അതിന്റെ തലക്കൊതി എത്തി. മീൻ മേടിക്കാൻ ഇവിടെ